നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കഥയിലേക്ക് സ്വാഗതം. ഇതൊരു ചരിത്രപാഠമല്ല. ഇത് കാറുകളെക്കുറിച്ചോ യന്ത്രങ്ങളെക്കുറിച്ചോ കമ്പനികളെക്കുറിച്ചോ ഉള്ളതുമല്ല. ഇത് വിശ്വാസത്തിന്റെ ഒരു യഥാർത്ഥ കഥയാണ്. പരാജയങ്ങളും അവഗണനകളും നഷ്ടങ്ങളും വന്നിട്ടും മരിക്കാൻ വിസമ്മതിച്ച ഒരു വലിയ വിശ്വാസത്തിന്റെ കഥ. മുന്നിലൊന്നുമില്ലാതിരുന്ന ഒരു മനുഷ്യന്റെ കഥയാണിത്. പണമോ സ്വാധീനമുള്ള ബന്ധങ്ങളോ ആരുടെയും പിന്തുണയോ അയാൾക്കുണ്ടായിരുന്നില്ല. ആളുകൾ അയാളോട് പറഞ്ഞു, "നീ വെറുമൊരു കർഷകന്റെ മകനാണ്. നീ നിന്റെ സമയം കളയുകയാണ്. ആർക്കും കാറുകൾ ആവശ്യമില്ല, നമുക്ക് കുതിരകളുണ്ടല്ലോ." പക്ഷെ അയാൾ അത് കേട്ടില്ല. അയാൾ അത് നിർത്തിയതുമില്ല. അയാൾക്ക് ഒരിക്കലും സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം അയാളുടെ ഉള്ളിൽ ഒരു ശബ്ദം എപ്പോഴും മന്ത്രിക്കുന്നുണ്ടായിരുന്നു. "നിന്റെ മരണശേഷവും നിലനിൽക്കുന്ന എന്തോ ഒന്ന് നിർമ്മിക്കാനാണ് നീ ജനിച്ചത്." അയാൾ അത് ചെയ്യുകയും ചെയ്തു. അയാളുടെ പേരായിരുന്നു ഹെൻറി ഫോർഡ്. അയാൾ കാരണം ഈ ലോകം വേഗത്തിൽ ചലിക്കാൻ തുടങ്ങി. അയാൾക്ക് മുൻപ് യാത്രകൾ വളരെ പതുക്കെയുള്ളതും ചിലവേറിയതുമായിരുന്നു. പണക്കാർക്ക് മാത്രമേ കാറുകളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ അയാൾക്ക് ശേഷം കാറുകൾ വളരെ വില കുറഞ്ഞതും ലളിതവുമായി മാറി. സാധാരണക്കാരായ തൊഴിലാളികൾക്ക് പോലും സ്വന്തമായി ഒരെണ്ണം വാങ്ങാൻ സാധിക്കുന്ന അവസ്ഥ വന്നു. അയാൾ ഗതാഗത സംവിധാനത്തെ ജനകീയമാക്കി. നമ്മൾ ജോലി ചെയ്യുന്ന രീതിയും ജീവിക്കുന്ന രീതിയും യാത്ര ചെയ്യുന്ന രീതിയും എല്ലാം അയാൾ മാറ്റിമറിച്ചു. പക്ഷേ ഈ കഥ അയാൾ എന്താണ് നിർമ്മിച്ചത് എന്നതിനെക്കുറിച്ച് മാത്രമല്ല, അയാൾ അയാളെ എങ്ങനെ വാർത്തെടുത്തു എന്നതിനെക്കുറിച്ച് കൂടിയാണ്. വേദനകളിൽ നിന്നും, ഒറ്റപ്പെടലുകളിൽ നിന്നും, പൂർണ്ണമായ പരാജയങ്ങളിൽ നിന്നും. നിങ്ങൾ ഈ കഥയുടെ അവസാനം വരെ കേൾക്കുകയാണെങ്കിൽ ഹെൻറി ഫോർഡ് എങ്ങനെയാണ് ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യരിൽ ഒരാളായി മാറിയതെന്ന് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കുക, മറിച്ച് യാതൊരുവിധ ന്യായീകരണങ്ങളും പറയാതെ നിങ്ങളെ തന്നെ എങ്ങനെ വീണ്ടും കെട്ടിപ്പടുക്കാമെന്നും നിങ്ങൾ പഠിക്കും. ഭാഗം 1. യന്ത്രങ്ങളെ പ്രണയിച്ച ബാലൻ. 1863 മുതൽ 1880 വരെ. 1863 ജൂലൈ 30 അമേരിക്കയിലെ മിഷിഗണിലുള്ള ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പിലാണ് ഹെൻറി ഫോർഡ് ജനിച്ചത്. ഫാക്ടറികളോ വൈദ്യുതിയോ ബഹളങ്ങളോ ഇല്ലാത്ത ശാന്തവും ലളിതവുമായ ഒരു ഗ്രാമമായിരുന്നു അത്. കൃഷിയിടങ്ങളും വീട്ടുജോലികളും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അയാളുടെ പിതാവ് വില്യം ഫോർഡ് ഒരു ഐറിഷ് കർഷകനായിരുന്നു. അമ്മ മേരി ഫോർഡ് സ്നേഹമുള്ളവളും ദൃഢമനസ്സുള്ളവളുമായിരുന്നു. അവരാണ് ആ കുടുംബത്തെ ഒന്നിപ്പിച്ചു നിർത്തിയത്. അവർക്ക് 6 കുട്ടികളുണ്ടായിരുന്നു. അതിൽ മൂത്ത മകനായിരുന്നു ഹെൻറി. പുറമേക്ക് നോക്കുമ്പോൾ ഹെൻറി ഒരു സാധാരണ കർഷക ബാലനെ പോലെയായിരുന്നു. അയാൾ രാവിലെ ഇഴിച്ചിಗೆഴുന്നേറ്റു, മൃഗങ്ങൾക്ക് തീറ്റ കൊടുത്തു, വെള്ളം ചുമന്നു, മുട്ടകൾ ശേഖരിച്ചു, വിറക് വെട്ടി. പക്ഷെ അയാളുടെ ഉള്ളിൽ എന്തോ വ്യത്യാസമുണ്ടായിരുന്നു. കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നതോ നിലം ഉഴുതുമറിക്കുന്നതോ അയാൾ ആസ്വദിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മളെല്ലാം കൈകൊണ്ട് ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ജീവിതം ഇത്ര പതുക്കെയാകുന്നത്? ഇതിലും നല്ലൊരു വഴി തീർച്ചയായും ഉണ്ടാകണം. ഈ ചോദ്യങ്ങൾ അയാളെ വിട്ടുപോയില്ല. ഓരോ ദിവസം കഴിയുന്തോറും അവ ശക്തമായിക്കൊണ്ടിരുന്നു. ഹെൻറിക്ക് 12 വയസ്സുള്ളപ്പോൾ ഒരു വേനൽക്കാലത്ത് അയാൾ തന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിയ ഒരു കാഴ്ച കണ്ടു. അടുത്തുള്ള ഒരു കർഷകൻ നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം, സ്റ്റീം എഞ്ചിൻ വാങ്ങിയിരുന്നു. ഒരു മനുഷ്യൻ മണിക്കൂറുകളെടുത്ത് ചെയ്യുന്ന ജോലി മിനിറ്റുകൾക്കുള്ളിൽ ചെയ്യാൻ അതിന് കഴിയുമായിരുന്നു. അത് ശബ്ദമുണ്ടാക്കി മുന്നോട്ട് നീങ്ങി. അതിന്റെ ലോഹഭാഗങ്ങൾ ഒരു മാജിക് പോലെ ചലിച്ചു. ഹെൻറി അത്ഭുതപ്പെട്ടുപോയി. മണിക്കൂറുകളോളം അധ്വാനിക്കുന്ന മനുഷ്യനല്ല, മറിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ജോലി തീർക്കുന്ന യന്ത്രമാണ് ഭാവി എന്ന് അയാൾ മനസ്സിലാക്കി. അയാൾ അതിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അതിൽ തൊട്ടുനോക്കി. ആ നിമിഷം മുതൽ അയാളുടെ മനസ്സിൽ ഒന്നുമാത്രം ഉറച്ചു: എനിക്ക് യന്ത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം, എനിക്കവ നിർമ്മിക്കണം, അതുവഴി എനിക്ക് ലോകത്തെ മാറ്റണം. അയാൾ പഴയ വാച്ചുകളും ലോഹക്കഷ്ണങ്ങളുമൊക്കെ ശേഖരിക്കാൻ തുടങ്ങി. 15-ാം വയസ്സിൽ തന്റെ വീടിനടുത്തുള്ള ഒരു ചെറിയ ഷെഡിൽ അയാൾ സ്വന്തമായി ഒരു ചെറിയ സ്റ്റീം എഞ്ചിൻ മോഡൽ നിർമ്മിച്ചു, പൂർണ്ണമായും സ്വന്തം അധ്വാനത്തിൽ. അയാളുടെ കൈകൾ എണ്ണ പുരണ്ട് കറുത്തിരുന്നു, വസ്ത്രങ്ങൾ കീറിയിരുന്നു, പക്ഷേ അയാളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക വെളിച്ചമുണ്ടായിരുന്നു. ആളുകൾ അത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അയാളുടെ അച്ഛൻ ഇത് മനസ്സിലായില്ല. ഹെൻറി മറ്റെല്ലാ ആൺമക്കളെയും പോലെ ഒരു കർഷകനാകണമെന്നാണ് അയാൾ ആഗ്രഹിച്ചത്. പക്ഷേ ഹെൻറിയുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. അയാൾക്ക് പച്ചക്കറികൾ വിളയിക്കാനല്ല, യന്ത്രങ്ങൾ വളർത്തിയെടുക്കാനായിരുന്നു താല്പര്യം. ഹെൻറിക്ക് 13 വയസ്സുള്ളപ്പോൾ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ നിമിഷം വന്നു. അയാളുടെ അമ്മ മേരി മരണപ്പെട്ടു. അയാളുടെ യന്ത്രസ്വപ്നങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരേയൊരു വ്യക്തി അവരായിരുന്നു. ദിവസങ്ങളോളം അയാൾ കരഞ്ഞു, ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചു. പക്ഷേ ആ ഇരുട്ടിലും അമ്മയുടെ വാക്കുകൾ അയാൾ ഓർത്തു: "ഹെൻറി, നിന്റെ ഉള്ളിലെ ആ വെളിച്ചത്തെ പിന്തുടരുന്നത് നീ ഒരിക്കലും നിർത്തരുത്." അയാൾ അത് നിർത്തിയതുമില്ല. 16-ാം വയസ്സിൽ ഹെൻറി ഒരു തീരുമാനമെടുത്തു. അയാൾ തന്റെ ചെറിയ ബാഗ് പാക്ക് ചെയ്ത് കുടുംബത്തോടും കൃഷിയിടത്തോടും യാത്ര പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചു.
അയാൾ ഒളിച്ചോടുകയല്ലായിരുന്നു, മറിച്ച് തന്റെ ഭാവിയെ ലക്ഷ്യമാക്കി യന്ത്രങ്ങളുടെ നഗരമായ ഡെട്രോയിറ്റിലേക്ക് നടക്കുകയായിരുന്നു. അവിടെ അയാൾ ഒരു അപ്രന്റീസ് മെഷീനിസ്റ്റായി ജോലിക്ക് ചേർന്നു. ദിവസവും 10 മുതൽ 12 മണിക്കൂർ വരെ ജോലി ചെയ്ത് ആഴ്ചയിൽ $2.50 അയാൾ സമ്പാദിച്ചു. പക്ഷെ അയാൾക്ക് പണമായിരുന്നില്ല പ്രധാനം. രാത്രികളിൽ ഉറങ്ങാതെ അയാൾ യന്ത്രങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുകയും ചെറിയ ഭാഗങ്ങൾ സ്വന്തമായി നിർമ്മിക്കുകയും ചെയ്തു. അയാൾ കോളേജിൽ പോയില്ല, പാർട്ടികൾക്ക് പോയില്ല, അയാൾ ജോലി ചെയ്യുകയും പഠിക്കുകയും മാത്രമാണ് ചെയ്തത്. അതാണ് അയാളുടെ മനസ്സിനെ പാകപ്പെടുത്തിയതും അയാളുടെ വിധി നിശ്ചയിച്ചതും. തുടർന്ന് ഹെൻറിയുടെ ആദ്യ കാർ നിർമ്മാണ ശ്രമങ്ങളും പരാജയങ്ങളും വിജയങ്ങളും നിറഞ്ഞ രണ്ടാം ഭാഗത്തിലേക്ക് കഥ നീളുന്നു.